മഹാകാഴ്ചക്കല്ലേ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്നത്. രോഹിത്തും കോഹ്ലിയും ഒരുമിച്ച മൈതാനത്ത് വാഴുന്നതിനേക്കാൾ കുളിർമയേകുന്ന കാഴ്ച അവർക്ക് വേറെയുണ്ടോ? വിമർശന പരിഹാസവുമായി വഴിയിൽ കാത്തിരുന്നവരെ, യെസ്, രോക്കോ ഈസ് ബാക്ക്. ഒരു ലോകകപ്പ് ഫൈനലിലേക്കെന്ന പോലെയുള്ള ആവേശത്തിലും ആകാംക്ഷയിലുമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഈ പരമ്പരയെ കാത്തിരുന്നത്. നീണ്ട കാലങ്ങൾക്ക് ശേഷം അവരുടെ പ്രിയ താരങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചെത്തുന്നു. കരിയറിന്റെ അവസാനത്തിലാണ് ഇരുവരുമെന്നോർക്കുക. മനസ്സിൽ ഒരാവർത്തി എടുത്തു നോക്കാൻ എത്രയെത്ര നിമിഷങ്ങളാണ് വിരാടും രോഹിത്തും ആരാധകർക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല. BCCI മറന്നാലും അഗാർക്കർ മറന്നാലും ആരാധകർ ഇരുവരെയും മറക്കില്ല എന്നത് തന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും ഇന്ത്യയുടെ പുതിയ തലമുറയുടെ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുകയാണ്. വിൻഡീസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടിയ ആ മത്സരങ്ങളിലും ഗാലറികൾ കാലിയായിരുന്നു. അതേസമയം രോഹിത് പരിശീലനം നടത്തിയ ഗ്രൗണ്ടിൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞു. ഗ്രൗണ്ടിൽ മാത്രമല്ല, ഗ്രൗണ്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള വഴികളിലും മറ്റും വൻ ആരാധക കൂട്ടമായിരുന്നു. തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ഒടുവിൽ പോലീസിന് ലാത്തി വീശേണ്ടിയും വന്നു. ഇന്ത്യൻ ടീമിനൊപ്പം ചേരാൻ ലണ്ടനിൽ നിന്നെത്തിയ കോഹ്ലിയെ കാണാനും ഇതുപോലെയൊരു ജനസഞ്ചയം തയ്യാറായി നിന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ആരൊക്കെ വന്നാലും ഇരുവരുടെയും തട്ട് താണു തന്നെ ഇരിക്കുമെന്നത് നിജം. ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും ഇതിനകം വിരമിച്ചത് കൊണ്ട് തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രോഹിത്തും വിരാടും ഇന്ത്യൻ കുപ്പായത്തിൽ ഇറങ്ങിയത്. അവസാനമായി കളിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ കളിയിലെ താരം രോഹിത്തും സെമിയിലെ താരം കോഹ്ലിയുമായിരുന്നു. 2027 വിശ്വ കിരീടപ്പോരിലേക്ക് ഇരുവരും വെട്ടിത്തുടങ്ങുന്ന വഴിയുടെ തുടക്കവും ഈ പരമ്പരയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങളുടെ തുടക്കം. പെർത്തിലെ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് തോറ്റപ്പോൾ കോഹ്ലിയുടെ സമ്പാദ്യം 0-ഉം രോഹിത്തിന്റേത് 8 റൺസുമായിരുന്നു. അഡലൈഡിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ രോഹിത് തിരിച്ചുവരവ് നടത്തിയെങ്കിലും വിരാട് വീണ്ടും ഡക്കായി. കരിയറിലെ തന്റെ ഇഷ്ട മൈതാനത്ത് തലകുനിച്ച് തന്റെ ആരാധകർക്ക് നന്ദി പറഞ്ഞ് കൈവീശുന്ന ഇമോഷണൽ രംഗവും കാണാനിടയായി. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം മൂന്നാം ഏകദിനത്തിൽ രോഹിത്തിനൊപ്പം വിരാടും തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. രോഹിത് 121 റൺസ് നേടിയപ്പോൾ കോഹ്ലി 74 റൺസ് നേടി. 3 സിക്സറും 13 ഫോറുകളും രോഹിത് നേടിയപ്പോൾ കോഹ്ലി 7 ഫോറുകൾ നേടി. ഇരുവരും ഡസൻ കണക്കിന് റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കി. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ തവണ 150+ പാർട്ട്ണർഷിപ്പ് തുടങ്ങി ഒരുമിച്ചുള്ള റെക്കോർഡുകളും ആ ദ്വയം അവരുടെ പേരിലാക്കി. 12 തവണയാണ് ഇരുവരും ഒരുമിച്ച് 150 കടന്നത്. ഏകദിന ചരിത്രത്തിൽ ഈ നേട്ടം ഇതിനു മുൻപ് താണ്ടിയത് സച്ചിൻ തെണ്ടുൽക്കർ സൗരവ് ഗാംഗുലി സഖ്യം മാത്രമാണ്. പുതിയ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ 3 മത്സരങ്ങളും പരാജയപ്പെട്ട ഒരു പരമ്പരയിൽ ഈ മത്സരം ചിലതെല്ലാം തെളിയിക്കുന്നുണ്ട്. നിലവിൽ ഇരുവർക്കും പകരക്കാരില്ലാത്ത കാലത്തോളം ഏകദിന ക്രിക്കറ്റിൽ ഫോമും ഫിറ്റും തളർത്താത്തിടത്തോളം ഇരുവരും കളത്തിൽ ഉണ്ടാകണമെന്നതാണത്. 38 വയസ്സിൽ രോഹിത് നേടിയ ഈ മാൻ ഓഫ് ദി സീരീസ് ആൻഡ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും വിരാട് കോഹ്ലിയുടെ വിന്നിംഗ് നോക്കും അത് അടിവരയിടുന്നു. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനും പരിശീലകൻ ഗൗതം ഗംഭീറിനും വേണ്ടെങ്കിലും ആരാധകർക്ക് റോക്കോയെ വേണമെന്നത് സത്യം.